പ്രഭാസ്, സന്ദീപ് റെഡ്ഡി വാങ്ങർ, ഈ കോംബോയിലുള്ള വരാൻ പോകുന്ന സിനിമയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 2 ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ചർച്ചയ്ക്ക് വരുന്നതെന്ന് വേറൊന്നുമല്ല, അതിലെ പ്രതിനായകനെ പറ്റിയാണ്. നായകനെ പറ്റിയല്ല, പ്രതിനായകനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതിനായകനെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പാൻ ഏഷ്യൻ സിനിമയാണ്. അത് ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ചൈനീസ്, കൊറിയൻ ലാംഗ്വേജിൽ സിനിമ ഡബ് ചെയ്ത് റിലീസ് ചെയ്തത്. അതായത് പാൻ ഏഷ്യൻ സിനിമയാണ്. അതുകൊണ്ട് തന്നെ വില്ലൻ എന്ന് പറയുന്നത് ആ ഭാഷകളിൽ കൂടുതൽ ഫെമിനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണമല്ലോ. അങ്ങനെയാണ് നമ്മുടെ സ്വന്തം മെഡോങ് സിയോക്കിലോട്ട് എത്തിയത്. മെഡോങ് സിയോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് കൊണ്ട് കത്തത്തില്ല. എന്നാൽ നമ്മുടെ സ്വന്തം ഡോൺ ലിയോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതെ, കൊറിയൻ സിനിമ കാണുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാവുന്ന സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ ഡോൺ ലി എന്ന് പറഞ്ഞ മാഡോങ് സിയോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു സിനിമയിൽ വില്ലനായിട്ട് വരുന്നതെന്നാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന റൂമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന ഇതൊന്നുമല്ല. ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ആദ്യം ആരുടെ സിനിമയായിരുന്നു, അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ 2021 ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു നമ്മുടെ സന്ദീപ് വാങ്കർ റെഡ്ഡിയുടെ. അതായത് സന്ദീപ് വാങ്കർ റെഡ്ഡി, ഭൂഷൺ കുമാർ, അല്ലു അർജുൻ കോംബോയിൽ ഒരു സിനിമ വരുന്നു എന്നൊരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അത് തരൺ ആദർശ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു മൂവി ട്രേഡ് അനലിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ട്വിറ്റർ പേജിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രഭാസിൻ്റെ ഒരു അനൗൺസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ സെയിം കോംബോയാണ്. സന്ദീപ് വാങ്കർ റെഡ്ഡി, പ്രഭാസ്, ഭൂഷൺ കുമാർ, ഈ ഒരു കോംബോയാണ്. അപ്പോൾ 2021 അവർ അനൗൺസ് ചെയ്ത ആ ഒരു പ്രോജക്റ്റ് തന്നെയല്ലേ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അന്ന് സന്ദീപ് വാങ്കർ റെഡ്ഡി ആനിമൽ എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കിലായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് ഈ അല്ലു അർജുൻ സന്ദീപ് വാങ്കർ റെഡ്ഡി എന്ന് പറഞ്ഞ സിനിമ നടന്നില്ല? അതേ കോംബോ തന്നെയാണ് ഇപ്പോൾ ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിലും വരുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ പുഷ്പ എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കുകൾ കാരണം അല്ലു അർജുന് ആ ഒരു സിനിമ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതാണോ, അതുകൊണ്ടാണോ നേരെ ഈ ഒരു കഥാപാത്രം നമ്മുടെ പ്രഭാസിലോട്ട് വന്നത് എന്നുള്ള ചർച്ച ആയിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഒന്നും, പക്ഷേ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. സ്വാഭാവികമായിട്ട് അതിനുള്ള സാധ്യതയുണ്ട്. കാരണം പുഷ്പ 2 എന്ന് പറഞ്ഞ ആ ഒരു സിനിമയുടെ തിരക്കുമായിട്ട് അല്ലു അർജുൻ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഡേറ്റ് ക്ലാഷ് കാരണം ഈ ഒരു സിനിമയിലോട്ട് അദ്ദേഹത്തിന് എത്താൻ പറ്റാത്തത്. എന്തായാലും എത്തിയത് കറക്റ്റ് ആളുടെ അടുത്ത് തന്നെയാണ്. പ്രഭാസ് ഒരു ആംഗ്രി കോപ്പായിട്ടാണ് തന്നെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഡോങ്ലിയാണെന്നും കൂടെ വരുമ്പോൾ സിനിമ എന്തായാലും വലിയൊരു വൈഡ് ക്യാമ്പസിനെ ഇടിയോടിടി അറിയാമല്ലോ. ഡോങ്ലിയാണെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കിൻഡലിടിയാണ്. പ്രഭാസും ജയിൻ്റാണ്, അദ്ദേഹവും ജയിൻ്റാണ്. സോ അതുപോലെ എന്തായാലും ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ സന്ദീപ് വാങ്കർ റെഡ്ഡിയുടെ ഒരു പ്രസന്റേഷനോട് വരും മെഗാ സിനിമ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അല്ലു അർജുൻ വന്നു കഴിഞ്ഞാൽ അത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത്രത്തോളം ഒരു ജയന്റിക് ഫീലിംഗ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അല്ലു അർജുൻ സന്ദീപ് വാങ്കർ റെഡ്ഡി കോമ്പയിലുള്ള ആ സിനിമയാണോ അതോ ഇനി വേറൊരു സിനിമ സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്.